ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ടാവാം എങ്കിൽ ഈ ചാറ്റൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതാണ് മെസ്സഞ്ചർ, ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് റിക്കവർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത്. അത് റിക്കവർ ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഒഫീഷ്യൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രൈവറ്റ് ഉണ്ടാവും, സെറ്റിംഗ് ആൻഡ് പ്രൈവസി ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ സെറ്റിങ്സ് കൊടുക്കുക. സെറ്റിങ്സ് കൊടുത്തതിന് ശേഷം ഇതേ രീതിയിൽ ഓപ്പൺ ആവുന്നതായിട്ട് കാണാം. അതിനുശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം യുവർ ഇൻഫർമേഷൻ എന്ന് കാണാം. ഈ യുവർ ഇൻഫർമേഷനിൽ നിങ്ങളിൽ ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ എന്ന് കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇതേ രീതിയിൽ ഓപ്പൺ ആവുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഓപ്പൺ ആവും. റിക്വസ്റ്റ് ഡൗൺലോഡ് എന്ന് കാണാം. ഈ റിക്വസ്റ്റ് ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫേസ്ബുക്ക് ഇപ്പോൾ എനിക്ക് ഒരുപാടുണ്ട്, ഏത് ഫേസ്ബുക്കിലെ ചാറ്റാണ് നിങ്ങൾക്ക് റിക്കവറി ആയിട്ട് വേണ്ടതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിവിടെ കാണാം സെലക്ട് ഇൻഫർമേഷൻ എന്ന് കാണാം, കംപ്ലീറ്റ് കോപ്പി അഥവാ സെലക്ട് ടൈപ്പ് ഇൻഫർമേഷൻ എന്ന് കാണാം. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ഓക്കെ ചെയ്യുക. സെലക്ട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണെങ്കിൽ നിങ്ങൾ സെലക്ട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ ഓപ്പൺ ആവുന്നതായിട്ട് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് മെസ്സേജ് ആണോ വേണോ, പോസ്റ്റ് ആണോ വേണോ, സി ഓർ മോർ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, പേജ് ആണോ വേണ്ടത്, ഫേസ്ബുക്ക് ഏതാണ് നിങ്ങൾക്ക് ടോട്ടലായിട്ട് വേണ്ടത് നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യും. ഞാനിപ്പോൾ മെസ്സേജ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്, ഇതുപോലെ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് റിക്വസ്റ്റ് എന്ന് കാണാം. ഈ സബ്മിറ്റ് റിക്വസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെട്ടെന്ന് തന്നെ ഇതേ രീതിയിൽ റിക്കവറി ആവുന്നതായിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ ടെക്നോളജി വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക.